ഹലോ ഫ്രണ്ട്സ്, PM കിസാൻ്റെ എമൗണ്ട് 2000 രൂപ നമുക്ക് തുടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ KYC അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള മെസ്സേജ് പലരും കണ്ടു കാണും. പലരും ട്രൈ ചെയ്തു, പറ്റണില്ല. പിന്നെ ചെയ്യാൻ വിചാരിച്ച ഒരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നല്ല ക്യൂ നിന്നിട്ടാണ് ചെയ്യണത് അല്ലേ. അപ്പോൾ നമുക്കിത് മൊബൈലിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് ഫോണിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പം ഞങ്ങൾ ചെയ്ത മെത്തേഡാണ് ഞങ്ങൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതിനാദ്യം എന്ത് ചെയ്യണം, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് PM കിസാൻ GOI എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. പലർക്കും ഡൗൺലോഡ് ചെയ്യാൻ അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നമ്മൾ വൈൽ യൂസിങ് ദ ആപ്പ് ഓൺലി ദിസ് ടൈം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. PM കിസാൻ ആപ്പ് തുറക്കുക. എന്നിട്ട് അതിൽ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. അവിടെ ചോദിക്കുന്ന ഓപ്ഷൻസ് ഇംഗ്ലീഷാണ്, നമ്മൾ ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ചിലപ്പോൾ ചെറിയ എററൊക്കെ കാണിക്കും, പക്ഷേ അത് കുഴപ്പമില്ല, നെക്സ്റ്റ് റെഡിയാവും. പിന്നെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി, നമ്മൾ ഒഫീഷ്യൽസ് അല്ല, നമ്മൾ ബെനിഫിഷ്യറിയുടെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഫേസ് ID, ഫേസ് KYC വെച്ചിട്ട് നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യണ ഒരു സംഭവമാണ്. അപ്പോൾ ആരുടെയാണോ ആധാർ അടിച്ചു കൊടുത്തിട്ടുള്ളത്, ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ടുള്ളത്, അവരുടെ ഫേസ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ആദ്യം റെഡ് ആയിരിക്കും, ബ്ലിങ്ക് ചെയ്യാൻ പറയും. I agree to provide my, അതൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ബ്ലിങ്ക് ചെയ്യാൻ പറയും. ഇവിടെ ഫേസ് ഒത്തൻറ്റിക്കേഷൻ അഡ്വൈസർ, നമ്മൾ പ്രൊസീഡ് യെസ് കൊടുത്തിട്ട് കണ്ണടയ്ക്കുക. പ്ലീസ് ബ്ലിങ്ക് ടു ക്യാപ്ചർ, കണ്ണടച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫേസ് ക്യാപ്ചർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൽ കാണാൻ പറ്റും. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻസ്റ്റാൾമെൻറ്റിൽ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എമൗണ്ട് നമുക്ക്, അതായത് ഈ KYC അപ്ഡേറ്റ് ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ കറക്റ്റായിട്ട് എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്ന സംഭവമാണ്. നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 21 ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. സോ ഇത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ഈ KYC അപ്ഡേറ്റായി. തുടർന്ന് നമുക്ക് എമൗണ്ട് ഇനി കിട്ടണ ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ PM കിസാൻ്റെ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, KYC അപ്ഡേറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ട് ഏർപ്പെടുന്ന പല കർഷകർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് കർഷകർക്ക് വർഷത്തിൽ 6000 കിട്ടുന്ന ഒരു സ്കീമാണ്. 2000 രൂപ വെച്ച് വർഷത്തിൽ 3 തവണയായി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. പല കർഷകർക്കും ഇത് അറിയില്ല. അങ്ങനെ ഈ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നത് വേണ്ടിയാണ് ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പലർക്കും അറിയില്ല, ഇത് നഷ്ടപ്പെടുക, ഈ KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കർഷകർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കത് ഉപകാരമായിരിക്കും. താങ്ക് യു.